ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് കുറഞ്ഞ ചേരുവയിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ തീയൊക്കെ കത്തിച്ച് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഒഴിക്കാട്ടോ. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഏലക്കായും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടു. പിന്നെ ഉള്ളി സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റി അതൊന്ന് വഴണ്ട് വന്നപ്പോൾ പിന്നെ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അരി മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ 2 വലിയ തക്കാളി മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കിയതുണ്ടായിരുന്നു. അത് ഒഴിച്ചെടുത്തു. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളെടുത്തത്. അപ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട്. അരിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കുക്കർ അടച്ച് ഒരു ഒറ്റ വിസിൽ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. പെട്ടെന്ന് കഴിക്കേണ്ടതുകൊണ്ട് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, ബൈ.